7:30 ആകുമ്പോ ജോലി കഴിഞ്ഞ് വന്നതാ. വന്നു കഴിഞ്ഞ് റൂമിലെത്തി കുളിച്ച് ഫ്രണ്ടിന്റെ ഡോറ് ലോക്ക് കുറച്ച് ഇങ്ങനെ ഇടുന്ന ലോക്കായിരുന്നില്ല. അത് ഒരു അയൺ റോഡാ, തട്ടിയിടേണ്ട ലോക്ക. ഞാൻ കുളിച്ചിട്ട് രാത്രി ഒന്ന് ഇടാന്നൊക്കെ വിചാരിച്ച് കിടന്നത്. അപ്പൊ ഫുഡൊക്കെ കഴിച്ച് ബാൽക്കണിയിൽ ഇരുന്ന് കുറച്ചേരം ഗെയിം കളിക്കായിരുന്നു. അപ്പൊ പെട്ടെന്ന് എന്റെ റൂമിന്റെ ലോക്കാരോ തുറക്കുന്ന സൗണ്ട് കേട്ടിട്ട് നോക്കിയപ്പോ ഒരു 3 നിഴലിങ്ങനെ വരായിരുന്നു. അപ്പൊ പെട്ടെന്ന് ആദ്യം തന്നെ ഇയാളാ വന്നെ, ദേവദാസ് എന്ന് പറഞ്ഞ അയാളുടെ കയ്യിലൊരു മാസ്ക് ടാപ്പൊക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോ തന്നെ ഞാൻ അലറി കരയാൻ തുടങ്ങി. അടുത്ത് വീടൊക്കെ ഉണ്ടായിരുന്നു, അങ്ങോട്ട് നോക്കി ഉറക്കെ കരഞ്ഞപ്പോ എന്റെ കയ്യിൽ ഞാൻ ഗെയിം കളിക്കുമ്പോ ഓൾറെഡി സ്ക്രീൻ റെക്കോർഡ് ഇട്ടായിരുന്നു കളിക്കുന്നത്. അത് അയാളത് കൈ തട്ടിയപ്പോ ക്യാമറ ഓണായിട്ട് അയാളുടെ ഫേസൊക്കെ അതിൽ വന്നു. ഫേസ് ഒന്ന് ആളെന്റെ ഫോണ് പിടിച്ചേറ്റിട്ട് അയാളുടെ പോക്കറ്റിലിട്ടു. എന്റെ നേരം വന്ന് എന്നെ വലിച്ചടിപ്പിക്കാൻ നോക്കി അയാളുടെ അടുത്തേക്ക്. അയാള് മെസ്സേജ് അയച്ച് ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഒക്കെ ഞാൻ വീട്ടിലേക്ക് പോകും, എനിക്ക് ജോലി വേണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അയാൾ എന്നെ തിരിച്ച് മെസ്സേജ് അയച്ച് ഇനി ഇങ്ങനെ ഉണ്ടാവില്ല, നീ എന്റെ മോളെ പോലെയാന്നൊക്കെ പറഞ്ഞു വിളിക്കും. ഒരു വട്ടം അയാള് വീട്ടിൽ വന്നിട്ട് എന്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു. അതെ, ഞാൻ അനുഭവിക്കുന്ന വേദനയുള്ള അയാൾ അറിയണം. 7:30 ആകുമ്പോ ജോലി കഴിഞ്ഞ് വന്നതാ. വന്നു കഴിഞ്ഞ് റൂമിലെത്തി കുളിച്ച് ഫ്രണ്ടിന്റെ ഡോറ് ലോക്ക് കുറച്ച് ഇങ്ങനെ ഇടുന്ന ലോക്കായിരുന്നില്ല. അത് ഒരു അയൺ റോഡാ, തട്ടിയിടേണ്ട ലോക്ക. ഞാൻ കുളിച്ചിട്ട് രാത്രി ഒന്ന് ഇടാന്നൊക്കെ വിചാരിച്ച് കിടന്നത്. അപ്പൊ ഫുഡൊക്കെ കഴിച്ച് ബാൽക്കണിയിൽ ഇരുന്ന് കുറച്ചേരം ഗെയിം കളിക്കായിരുന്നു. അപ്പൊ പെട്ടെന്ന് എന്റെ റൂമിന്റെ ലോക്കാരോ തുറക്കുന്ന സൗണ്ട് കേട്ടിട്ട് നോക്കിയപ്പോ ഒരു 3 നിഴലിങ്ങനെ വരായിരുന്നു. അപ്പൊ പെട്ടെന്ന് ആദ്യം തന്നെ ഇയാളാ വന്നെ, ദേവദാസ് എന്ന് പറഞ്ഞ അയാളുടെ കയ്യിലൊരു മാസ്ക് ടാപ്പൊക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോ തന്നെ ഞാൻ അലറി കരയാൻ തുടങ്ങി. അടുത്ത് വീടൊക്കെ ഉണ്ടായിരുന്നു, അങ്ങോട്ട് നോക്കി ഉറക്കെ കരഞ്ഞപ്പോ എന്റെ കയ്യിൽ ഞാൻ ഗെയിം കളിക്കുമ്പോ ഓൾറെഡി സ്ക്രീൻ റെക്കോർഡ് ഇട്ടായിരുന്നു കളിക്കുന്നത്. അത് അയാളത് കൈ തട്ടിയപ്പോ ക്യാമറ ഓണായിട്ട് അയാളുടെ ഫേസൊക്കെ അതിൽ വന്നു. ഫേസ് ഒന്ന് ആളെന്റെ ഫോണ് പിടിച്ചേറ്റിട്ട് അയാളുടെ പോക്കറ്റിലിട്ടു. എന്റെ നേരം വന്ന് എന്നെ വലിച്ചടിപ്പിക്കാൻ നോക്കി അയാളുടെ അടുത്തേക്ക്. അയാള് മെസ്സേജ് അയച്ച് ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഒക്കെ ഞാൻ വീട്ടിലേക്ക് പോകും, എനിക്ക് ജോലി വേണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അയാൾ എന്നെ തിരിച്ച് മെസ്സേജ് അയച്ച് ഇനി ഇങ്ങനെ ഉണ്ടാവില്ല, നീ എന്റെ മോളെ പോലെയാന്നൊക്കെ പറഞ്ഞു വിളിക്കും. ഒരു വട്ടം അയാള് വീട്ടിൽ വന്നിട്ട് എന്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു. അതെ, ഞാൻ അനുഭവിക്കുന്ന വേദനയുള്ള അയാൾ അറിയണം.